നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. നിറസമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കണി കണ്ട് മലയാളികൾ. കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്ന പ്രതീക്ഷയോടെ മലയാളി പൊന്നിൻ വിഷു ആഘോഷിച്ചു. നാടാകെ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ. കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ വൻ തിരക്ക്. ക്ഷേത്രത്തിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത്. പെരുമ്പിലാവിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. പെരുമ്പിലാവ് അംബേദ്കർ നഗർ കോട്ടപ്പുറത്ത് ബിജുമകൻ 17 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. ഇടിച്ച ലോറി നിർത്താതെ പോയി. സംഭവം നടന്ന് 1 മണിക്കൂറിനകം വീണ്ടും അപകടമുണ്ടായി. എരുമപ്പെട്ടിയിൽ ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എയ്യാലിൽ വീട്ടിൽ നിന്ന് 32 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ സംഭവം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അന്വേഷണം പുരോഗമിക്കുന്നത് പ്രൊഫഷണൽ മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ച്. കരിച്ചാൽക്കടവ് സ്ലൂയിസ് കംബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി NK അക്ബർ MLA സ്ഥലം സന്ദർശിച്ചു. കർഷകരുടെ ആശങ്കകൾ കേട്ട ശേഷം കരാർ ഉദ്യോഗസ്ഥരോട് സമയപരിധിക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു തീർക്കാൻ MLA നിർദ്ദേശം നൽകി. വാർത്തകൾ വിശദമായി. നിറസമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കണി കണ്ട് മലയാളികൾ. കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്ന പ്രതീക്ഷയോടെ മലയാളിക്കുന്ന പൊന്നിൻ വിഷു. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിനത്തിന്റെ ആഘോഷമാണ് വിഷു എന്നാണ് പൊതുവെയുള്ള ഐതിഹ്യം. എന്നാൽ രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ശേഷം സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ ആഘോഷമാണ് വിഷുവെന്നും കരുതപ്പെടുന്നു. ഐതിഹ്യം എന്തുതന്നെയായാലും മലയാളിക്ക് ലോകത്തെവിടെയാണെങ്കിലും മേടമൊന്ന് വിഷുപുലരിയാണ്. കാർവർണന്റെ വിഗ്രഹത്തിനൊപ്പം മിനുക്കിയ ഓട്ടുരുളിയിൽ കണിവെള്ളരി, പച്ചക്കറികൾ, ഫലങ്ങൾ, കണിക്കൊന്നപ്പൂവ്, പുത്തൻകൊടി, സ്വർണം, നാണയം, വാൽക്കണ്ണാടി തുടങ്ങി മംഗളകരമായ വസ്തുക്കൾ നിറച്ച് വിഷുപുലരിയിൽ കണിയൊരുക്കി. കണി കണ്ടുണരുന്നതോടെ ആ വർഷം മുഴുവൻ ഏറ്റവും ശുഭകരമാകുമെന്നാണ് വിശ്വാസം. പിന്നെ കുഞ്ഞുകൈകളിലേക്ക് സന്തോഷം പകർന്ന് കൈനീട്ടം. പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വന്തമാക്കി അനുഭവിച്ചു തീർക്കാനുള്ളതല്ല, അത് വരും തലമുറയ്ക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്നോർമ്മിപ്പിക്കുകയാണ് വിഷു കൈനീട്ടത്തിലൂടെ. വീടുകളിൽ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കിയും പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷങ്ങളും സജീവമാണ്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു. കേരനാടിന്റെ കാർഷിക സമൃദ്ധിയുടെ പെരുമ. വിളവെടുപ്പ് കഴിഞ്ഞ് വീടു തേടിയെത്തുന്ന കാർഷിക വിളകളിൽ പട്ടിണിയില്ലാത്ത നല്ല നാളുകളെ പ്രതീക്ഷിക്കുന്ന പൊൻകൊന്നയൊരുക്കി പ്രകൃതി പോലും സ്വാഗതമരുളുന്ന വിഷു. CCTVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷു ആശംസകൾ. കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ വൻ തിരക്ക്. ക്ഷേത്രത്തിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഞായറാഴ്ച രാത്രി തൃപ്പുകയ്ക്ക് ശേഷം ശാന്തിയേറ്റ കീഴ്ശാന്തി കണിയൊരുക്കി. ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിലാണ് കണിയൊരുക്കിയത്. ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരിക്ക, നാളികേരം, ചക്ക, മാമ്പഴം, ഗ്രന്ഥം, വാൽക്കണ്ണാടി, സ്വർണം, പുതുപ്പണം, കൊന്നപ്പൂവ്, അലക്കിയ മുണ്ട് എന്നിവ കണിയായി ഒരുക്കി. ശ്രീലകത്ത് ഗുരുവായൂരപ്പന്റെ വലത്തുഭാഗത്ത് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ടലങ്കരിച്ച സ്വർണ്ണസിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പും കണിക്കോപ്പുകൾക്കും ഭക്തർക്ക് കണി കാണാനായി ഒരുക്കി. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കി. മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ 2 മണിക്ക് ശേഷം കുളിച്ച് ശ്രീലകവാതിൽ തുറന്നു. നാളികേരം മുടച്ച് തിരിയിട്ട് കത്തിച്ച് കണ്ണനെ കണി കാണിച്ച് വിഷു കൈനീട്ടം നൽകി. തുടർന്ന് അലങ്കാരത്തോടെ സ്വർണ്ണത്തിടമ്പ് പൊൻപീഠത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. മുന്നിൽ കണിക്കോപ്പും ഒരുക്കി. തുടർന്ന് ശ്രീലകവാതിൽ തുറന്നതോടെ കണിദർശനത്തിനായി ഭക്തജനപ്രവാഹമായിരുന്നു. കണി കണ്ടവർക്ക് മേൽശാന്തി വിഷു കൈനീട്ടം നൽകി. 1 മണിക്കൂർ നേരം കണിദർശനമുണ്ടായി. വിഷുനാളിൽ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നെയ്വിളക്കായി വിളക്കാഘോഷം നടത്തി. വിഷുനാളിൽ 4 കറികളും ഇടിച്ചു പിഴിഞ്ഞ പായസവുമായി ഉച്ച നേദ്യത്തിന് ഗുരുവായൂരപ്പന് നമസ്കാര സദ്യ വിശേഷമാണ്. ക്ഷേത്രത്തിൽ വിഷു സദ്യയുമുണ്ടായി. രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലി നടന്നു. രാവിലെയും ഉച്ചതിരിഞ്ഞും പെരുവനം സതീശന്മാരാരുടെ മേളത്തോടെ കാഴ്ചശീവേലി, സന്ധ്യയ്ക്ക് താമരയൂർ അനീഷ് നമ്പീശൻ, പേരാമംഗലം ശ്രീകുട്ടന്മാരാർ എന്നിവരുടെ തായമ്പക എന്നിവയും നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഹൈക്കോടതിയെ സമീപിക്കും.
ഹൈക്കോടതി നിർദ്ദേശത്തിൽ വ്യക്തത ആവശ്യപ്പെട്ടും വാർത്താമാധ്യമങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിന് സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുമാണ് കോടതിയെ സമീപിക്കുക. വിഷുദിനത്തിൽ മാധ്യമങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവസ്വം അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് ദേവസ്വം അധികൃതരുടെ വിശദീകരണം. ഇതോടെയാണ് മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ KUWJ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കരിച്ചാൽ കടവ് സ്ലൂയിസ് കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി NK അക്ബർ MLA സ്ഥലം സന്ദർശിച്ചു. കർഷകരുടെ ആശങ്കകൾ കേട്ട ശേഷം കരാർ ഉദ്യോഗസ്ഥരോട് സമയപരിധിക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു തീർക്കാൻ MLA നിർദ്ദേശം നൽകി. ഗുരുവായൂർ കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലെ വടക്കേക്കാട് കാട്ടകമ്പാൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് കരിച്ചാൽ കടവ് ചെക്ക് ഡാം കം ബ്രിഡ്ജ്. 18 വർഷങ്ങൾക്ക് മുമ്പാണ് പാലം പണി ആരംഭിച്ചത്. പഴയ കരാറുകാരൻ പണി ഉപേക്ഷിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് നിലമ്പൂർ ABM4 ബിൽഡേഴ്സ് എന്ന കമ്പനി പണി ഏറ്റെടുത്തത്. 9 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോൾപ്പാടത്ത് 100 അടി തോടിനു കുറുകെ 46 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമാണ് പാലവും ചെക്ക് ഡാമും പണിയുന്നത്. 9.20 മീറ്റർ നീളത്തിൽ 5 സ്പാനുകളിലായാണ് നിർമ്മാണം. ഇതിനു പുറമെ പാലത്തിന്റെ ഇരുവശത്തുമായി 110 മീറ്റർ റോഡും നിർമ്മിക്കും. 2.50 മീറ്റർ ഉയരമുള്ള പാലത്തിലെ ചെക്ക് ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി FRP ഷട്ടറുകളാണ് ഉപയോഗിക്കുക. 130ഓളം തെങ്ങിൻ തടികൾ ഉപയോഗിച്ച് തടയണ കെട്ടിയാണ് താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചത്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടത് കാരണവും പണികൾ തടസ്സപ്പെടാതിരിക്കാനും കർഷകർ കഴിഞ്ഞ വർഷം തെക്കേത്തൊടി പാടശേഖര സമിതി കൃഷി ഇറക്കിയിരുന്നില്ല. 2005-ൽ ഇവിടെ പാലം നിർമ്മാണം തുടങ്ങിയെങ്കിലും വൈകാതെ നിർത്തി. പിന്നീട് 10 കോടി രൂപ ചെലവിൽ പാലവും തടയണയും പണിയാൻ പദ്ധതിയായി. 2018 ഡിസംബറിൽ വീണ്ടും നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിലച്ചു. ചെക്ക് ഡാമിനുള്ള 920 കോൺക്രീറ്റ് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് കാലുകൾ നിർമ്മാണമായിരുന്നു പ്രധാനമായി നടന്നത്. മൈനർ ഇറിഗേഷൻ വകുപ്പ് 9.5 കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ കരാറുകാരൻ നടത്തിയ പണികളുടെ തുക കിഴിച്ച് 8.55 കോടി രൂപയ്ക്കാണ് പുതിയ കരാർ. പദ്ധതി പൂർത്തിയായാൽ വെട്ടിക്കടവ് മുതൽ കരിച്ചാൽ കടവ് വരെയുള്ള 1100 ഏക്കർ പുഞ്ചകൃഷിക്കും പ്രയോജനമാകും. തോടിനു കുറുകെയുള്ള പാലത്തിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും പാലത്തിന്റെ സുരക്ഷാ ഭിത്തി എന്നിവ കൂടി നിർമ്മിക്കണം. ഇവ എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് നിർമ്മിച്ചാൽ മാത്രമാണ് കർഷകർക്ക് കൃഷി ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ. കരാറുകാരുടെ മെല്ലെപ്പോക്ക് നയം സംബന്ധിച്ച തങ്ങളുടെ ആശങ്കകൾ കർഷകർ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ചമ്മന്നൂർ താഴം തെക്കേതൊടി പടവ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അലി വാക്കയിൽ, പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗം അറക്കൽ മുജീബ്, പരൂർ പടവ് കമ്മിറ്റി അംഗം ഹസൻ തളികശ്ശേരി, അബ്ദുൾ റസാഖ്, പുന്നിയൂർക്കുളം കൃഷിഭവൻ ഓഫീസർ ഡോക്ടർ തെരേസ അലക്സ്, അസിസ്റ്റന്റ് കൃഷിഭവൻ ഓഫീസർ മുഹമ്മദ് നൌഫൽ തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. AC മൊയ്തീൻ വടക്കാഞ്ചേരി MLA ആയിരിക്കുമ്പോഴാണ് ഫണ്ട് അനുവദിച്ച് സാങ്കേതിക പരിശോധന കഴിഞ്ഞ് നിർമ്മാണം ആരംഭിച്ചത്. എരുമപ്പെട്ടിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സീരകത്ത് വീട്ടിൽ 29 വയസ്സുള്ള അനീസാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് ഐശ്വര്യ കല്യാണ മണ്ഡപത്തിന് സമീപമായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനീസിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെ മരണം സംഭവിച്ചു. പെരുമ്പിലാവിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. പെരുമ്പിലാവ് അംബേദ്കർ നഗർ കോട്ടപ്പുറത്ത് വിജുമകൻ 17 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. ഇടിച്ച ലോറി നിർത്താതെ പോയി. സംഭവം നടന്ന 1 മണിക്കൂറിനകം വീണ്ടും അപകടമുണ്ടായി. തിങ്കളാഴ്ച പുലർച്ചെ 12:30 കോഴിക്കോട് റോഡിലുള്ള പെട്രോൾ പമ്പിനു സമീപമാണ് അപകടം നടന്നത്. വിദ്യാർത്ഥികൾ ബൈക്കിൽ പെട്രോൾ നിറയ്ക്കാനായി പമ്പിലേക്ക് തിരിക്കുന്നതിനിടയിൽ പിറകിൽ വന്ന ലോറിയുടെ പുറകുവശം തട്ടി ഇരുവരും റോഡിൽ തലയിടിച്ചു വീഴുകയായിരുന്നു. ഇരുവരെയും നാട്ടുകാർ ഉടൻ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൗതമിനെ രക്ഷിക്കാനായില്ല. ഗുരുതര പരിക്കേറ്റ പെരുമ്പിലാവ് കണ്ണേത്ത് മനുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗൗതമിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലെത്തിച്ച് സംസ്കരിക്കും. ഗൗതം കോക്കൂർ സ്കൂൾ +2 വിദ്യാർത്ഥിയാണ്. രജില മാതാവും വൈഗ ഭഗത് എന്നിവർ സഹോദരങ്ങളുമാണ്. അപകടം നടന്ന് 1 മണിക്കൂറിനകം മറ്റൊരപകടവും മേഖലയിലുണ്ടായി. രാത്രി 1:30 പമ്പിനു മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ലോറിയിൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന മിനി ലോറി ഇടിച്ച് അപകടമുണ്ടായി. ആളപായമില്ല. മിനി ലോറിയുടെ മുൻവശം തകർന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പമ്പിനു സമീപത്ത് മാസങ്ങളായി പാർക്ക് ചെയ്ത ലോറി പമ്പിൽ നിന്നും ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് കാഴ്ചമറച്ചതായും മേഖലയിൽ അപകടങ്ങൾക്ക് കാരണമായതായും നാട്ടുകാർ ആരോപിച്ചു.
ചാലിശ്ശേരിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. കൂറ്റനാട് അകിലാണം സ്വദേശി മഹേഷിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ചാലിശ്ശേരി കുന്നത്തേരിയിലായിരുന്നു അപകടം. മഹേഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൃത്താല കരിമ്പനക്കടവ് ബേക്കോ ഔട്ട്ലെറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വരിയിൽ നിർത്തിയ സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയെ തൃത്താല കരിമ്പനക്കടവ് ബീവറേജ് ഔട്ട്ലെറ്റിന്റെ പ്രീമിയം കൗണ്ടറിൽ ക്യൂ നിർത്തിയത്. ക്യൂവിലുണ്ടായിരുന്നവർ പ്രശ്നമുണ്ടാക്കിയിട്ടും കൂടെയുണ്ടായിരുന്നയാൾ ക്യൂവിൽ നിന്ന് പെൺകുട്ടിയെ മാറ്റാൻ തയ്യാറായില്ല. ക്യൂവിലുണ്ടായിരുന്ന മറ്റൊരാൾ എടുത്തിരുന്ന ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചത്. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് ഞാങ്ങാട്ടിരി സ്വദേശിയാണ് മദ്യം വാങ്ങാനെത്തി മകളെ വരി നിർത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. പരാതി ലഭിക്കാത്തതിനാൽ മറ്റു നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലഹരിയെ ജനറൽവൽക്കരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇടയിലാണ് ഏറ്റവും അധികം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വായനശാല, ക്ലബ്ബുകൾ, അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ ഒരു രക്ഷിതാവോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു 10 വയസ്സുകാരിയുമായിട്ട് ഇത്തരത്തിലുള്ള ബീവറേജ് ഔട്ട്ലെറ്റിൽ വരിക, മദ്യം വാങ്ങാൻ കൂടെ കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് അധികാരികൾ വളരെ ലാഘവത്തോടെ അവർ രക്ഷിതാവിനെ വിളിച്ചിരുത്തി ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതൊരു ശരിയായ നടപടിയാവില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ആരും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇതിനെ ബാലാവകാശ കമ്മീഷനിൽ ഒരു പരാതിയായി തന്നെ സമീപിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള നിലപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രത്തിന്റെ കവാടത്തിന് മുന്നിലും മറ്റം സെന്ററിലും ഒരുക്കുന്ന പന്തലുകളുടെ കാൽനാട്ട് കർമ്മം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. പന്തലിന്റെ കാലുകൾ ആശീർവദിച്ച ശേഷമായിരുന്നു കാലുകൾ നാട്ടിയത്. വർഷങ്ങളായി പന്തൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പാവർട്ടിയിലെ ഷെമീർ ലൈറ്റ് ആൻഡ് സൗണ്ടാണ് പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷി, ജോയിന്റ് ജനറൽ കൺവീനർ CJ ആൽബർട്ട്, പന്തൽ കമ്മിറ്റി കൺവീനർ KS ഷെൽബിൻ, ജോയിന്റ് കൺവീനർ ലിസ്റ്റൺ വർഗീസ്, മറ്റ് കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 2, 3, 4, 5, 6 തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രധാന തിരുനാൾ ആഘോഷം. എയ്യാലിൽ വീട്ടിൽ നിന്ന് 32 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രൊഫഷണൽ മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡരികിൽ എയ്യാൽ ചുങ്കം സെന്ററിന് സമീപമുള്ള ഒറുവിൽ അംജദിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. വീട്ടിൽ ആളില്ലാത്ത തക്ക നോക്കി വീടിന്റെ വാതിലുകൾ കുത്തി തുറന്ന് അലമാര തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ വീട്ടുകാർ വീട് പൂട്ടി ബന്ധുവീടുകളിലേക്ക് വിരുന്നു പോയിരുന്നു. ശനിയാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. കുന്നംകുളം ACP CR സന്തോഷ്, എരുപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിൽ പങ്കാളികളാണ്. മുറിയിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഗുരുവായൂർ MLA NK അക്ബറിന്റെ 2022-23, 2024-25 വർഷങ്ങളിലെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് ചാവക്കാട് നഗരസഭാ പരിധിയിൽ സ്ഥാപിച്ച 4 മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടത്തി. കൂട്ടുങ്ങൽ ചത്തുരത്തിൽ 2ഉം, വാർഡ് 10 ഓവുങ്ങൽ പള്ളി ജംഗ്ഷൻ, വാർഡ് 17 ആശുപത്രി പടി എന്നിവിടങ്ങളിൽ 1 വീതമാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ NK അക്ബർ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ CL ടോണി പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലീം, PS അബ്ദുൾ റഷീദ്, ബുഷ്ര ലത്തീഫ്, പ്രസന്ന രണദിവെ, മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, വാർഡ് കൌൺസിലർമാരായ KV ഷാനവാസ്, MB പ്രമീള, ഫൈസൽ കാനാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. 7,10,000 രൂപ ചെലവഴിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്.
വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന നാളികേരമേറ് ഭക്തിസാന്ദ്രമായി. വിഷുദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വിഷുക്കണിയൊരുക്കൽ എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്ര നടപ്പുരയിൽ മേളകലാകാരന്മാരുടെ കുടുംബം അവതരിപ്പിച്ച മേളമുണ്ടായി. മാളവിക രഞ്ജിത്ത്, അനാമിക രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകിയ മേളത്തിൽ മാതാപിതാക്കളായ രഞ്ജിത്ത്, മിഥില രഞ്ജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. നൂറ്റാണ്ട് പാരമ്പര്യമുള്ള നാളികേരമേറ് ഭക്തി നിർഭരമായി. മുൻ മേൽശാന്തി മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി ഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ നാളികേരമെറിഞ്ഞു. ക്ഷേത്ര വടക്കും ഭാഗത്തെ പ്രധാന കല്ലിൽ ക്ഷേത്രം മേൽശാന്തി ശ്രീനിവാസ് അയ്യർ നാളികേരമെറിഞ്ഞതോടെയാണ് ചടങ്ങിന് തുടക്കമായത്. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ബാബു കീഴ്വീട്ടിൽ, ടി.പി. അജിതകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് തെക്കുമുറിയിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുപ്പ് നടത്തിയിരുന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി. ജിയോളജി, റവന്യൂ വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് മണ്ണെടുത്തിരുന്നത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ അശ്വിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. മണ്ണെടുത്തിരുന്ന ഒരു ഹിറ്റാച്ചിയും മണ്ണ് കടത്തിയിരുന്ന ടിപ്പർ ലോറിയും പിടിച്ചെടുത്തു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് കരുവാൻപടി വട്ടംപറമ്പിൽ സുബ്രഹ്മണ്യൻ മകൻ ശരത്തിന്റെ തുടർ ചികിത്സയ്ക്കുള്ള ധനശേഖരണാർത്ഥം ജനകീയ സമിതി രൂപീകരിച്ചു. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ശരത്തിന് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യമാണ്. നിർധന കുടുംബാംഗമായ ശരത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന ഭീമമായ തുക കണ്ടെത്താൻ കുടുംബത്തിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ജനകീയ സമിതി രൂപീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പാണ്ഡ്യത്ത്, ശരത് രാമനുണ്ണി, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു. ജയൻ പാണ്ഡ്യത്ത് ചെയർമാനായും ജെയിംസ് കാട്ടുകാരൻ ജനറൽ കൺവീനറായും PC ജിനേഷ് ട്രഷററുമായാണ് ജനകീയ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ വൻ മണ്ണെടുപ്പ്. ജിയോളജി, റവന്യൂ വകുപ്പുകളുടെ അനുമതിയുണ്ടെന്ന് കാണിച്ചാണ് കുന്നിടിച്ച് വൻതോതിൽ മണ്ണ് കടത്തുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഉൾപ്പെട്ട കരിയന്നൂർ കുന്നിലാണ് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടത്തുന്നത്. യത്തീംഖാനയ്ക്ക് സമീപമാണ് കുന്ന് സ്ഥിതി ചെയ്യുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ മറവിലാണ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നത്. വലിയ ടോറസ് ടിപ്പറുകളിലാണ് മണ്ണ് കൊണ്ടുപോകുന്നത്. കുന്നിന്റെ പകുതി ഭാഗവും തുരന്നെടുത്ത നിലയിലാണ്. സ്ഥലവും ഉദ്ദേശ്യവും പരിശോധിക്കാതെയാണ് ജിയോളജി വകുപ്പ് അനുമതി നൽകുന്നതെന്ന് ആരോപണമുണ്ട്. അനുമതി നൽകുന്ന അധികൃതർ പിന്നീട് പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ചെറിയ അളവിൽ മണ്ണെടുക്കുവാനുള്ള അനുമതി നേടി വൻതോതിൽ മണ്ണെടുത്ത് വിൽപ്പന നടത്തുകയാണെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് അധികൃതർ ഇടപെട്ട് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സമാന രീതിയിൽ കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലും വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന നിരവധി വാഹനങ്ങൾ പോലീസ് പിടികൂടിയിരുന്നു. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർ പഞ്ചായത്ത് എടക്കഴിയൂർ ബീച്ചിൽ ശുചീകരണം നടത്തി. വാർഡ് മെമ്പർ MK അറാഫാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടലോര ജാഗ്രത സമിതി അംഗങ്ങളായ CV സുരേന്ദ്രൻ, AK സുലൈമാൻ, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം സുബൈദ പാലക്കൽ, കോസ്റ്റൽ ഗാർഡ് ബൈജു തൃശൂർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, CDS മെമ്പർമാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഫിഷറീസ് പ്രൊമോട്ടർ CK ഗീതമോൾ സ്വാഗതവും പ്രൊമോട്ടർ അനു അനിൽ നന്ദിയും പറഞ്ഞു. ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും അകന്നു പോകുന്ന കാർഷിക സംസ്കാരം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വേലൂർ വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്കിൽ ആരംഭിച്ച വിഷു വാണിഭ ചന്ത സമാപിച്ചു. വേലൂർ പുലിയന്നൂരിൽ സഹകരണ ബാങ്കിൽ നടന്ന വിഷു വാണിഭ ചന്ത നാടിന്റെ സാംസ്കാരിക മുഖം കൂടിയാണ്. ആധുനിക കാലത്ത് അന്യമായിക്കൊണ്ടിരിക്കുന്ന സൗഹൃദ കൂട്ടായ്മയും സഹകരണ മനോഭാവവും തിരിച്ചെത്തിക്കുവാനും ആത്മവിശ്വാസവും ഉണർവും തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചന്ത ഒരുക്കിയത്. ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാതെ വലയുന്ന കർഷകർക്കും വിഷുവിനോടനുബന്ധിച്ച് പച്ചക്കറികൾ അമിത വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്ന ജനങ്ങൾക്കും ചന്ത ഒരുപോലെ അനുഗ്രഹമായി. ഇതോടൊപ്പം വേലൂരിന്റെ ശില്പികളായ ജയൻ പാത്രമംഗലം, ശശി അത്താണിക്കൽ, സുർജിത്ത് കൃഷ്ണ, ജോൾസൺ വേലൂർ, ലയന ഫ്രാൻസിസ്, പ്രവീൺ കുമാർ, മോഹനൻ വേലൂർ തുടങ്ങിയവരുടെ ശില്പങ്ങളുടെ പ്രദർശനവും ശ്രദ്ധേയമായി. പ്രകൃതിയിലേക്ക് മടങ്ങൂ എന്ന സന്ദേശത്തോടെ പ്രദേശത്തെ കളിമൺപാത്ര തൊഴിലാളികൾ നിർമ്മിച്ച മൺപാത്രങ്ങളും കരകൗശല വസ്തുക്കളും ചന്തയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കർഷകർ അവർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ മേളയിൽ വിൽക്കുകയും അതുവഴി ജൈവ പച്ചക്കറി പ്രദേശത്തുകാർക്ക് വാങ്ങുവാനും സാധിച്ചു.
നാടൻ വിത്തുകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയാണ് ചന്തയുടെ സംഘാടകർ. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ആദരസന്ധ്യയും വിഷുപാട്ടുകളും നാടൻ പാട്ടുകളും സംഗീത സദസ്സും വിവിധ കലാപരിപാടികളും നടന്നു. കാർഷിക ഉൽപ്പന്ന വിപണനമേള ഗ്രാമീണ ജീവിതത്തിന്റെ നേർപതിപ്പുകളായ കാർഷിക സംസ്കാര ബിംബങ്ങളും ശില്പങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ തികച്ചും ഉത്സവഛായ പകർന്നാണ് നടന്നത്. കലാസാംസ്കാരിക സംഘടനകൾ എപ്പോഴും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികളും മുതിർന്നവരുമൊക്കെ തന്നെ ഇത്തരം ആഘോഷ പരിപാടികൾ വളരെയധികം പ്രശ്നങ്ങളുടെ ഭാഗമായിക്കൊണ്ട് സമൂഹത്തിലെ നല്ല രീതിയിലുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുപോകാൻ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ നല്ല കൂട്ടായ്മകൾ അതിലൊക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളും കൂട്ടായ്മ. ഐക്കോണിക് മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ കണ്ടാണിശ്ശേരി സ്വദേശി ജഗൻ സംവിധാനം ചെയ്ത വിഷു ആൽബം ശ്രദ്ധേയമാകുന്നു. കണ്ടാണിശ്ശേരിയിൽ തന്നെ ചിത്രീകരണം നടത്തിയ 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ആൽബത്തിന്റെ ആശയവും ആവിഷ്കാരവും നിർവഹിച്ചത് മോഡലിംഗ്, ഷോർട്ട് ഫിലിം, സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായ ജഗൻ തന്നെയാണ്. കലാഭവൻ മണിയുടെ സഹോദരനും പ്രശസ്ത മോഹിനിയാട്ടം കലാകാരനുമായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കഴിഞ്ഞ ദിവസം വിഷു ആൽബം റിലീസ് ചെയ്തത്. ആൽബത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചത് മിഥുൻ ശാർക്കരയാണ്. മേക്കപ്പ് ഷിജിത് താനൂർ, പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധാർത്ഥ് ഐക്കോണിക് എന്നിവരാണ് ആൽബത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ. കുന്നംകുളം സബ് ട്രഷറിയിലെ ജീവനക്കാരൻ കൂടിയാണ് ജഗൻ കണ്ടാണിശ്ശേരി. ഡെറി പോളിന്റെ ആദ്യ കവിതാ സമാഹാരം ഷിൻഡിലേഴ്സ് ലിസ്റ്റ് പ്രകാശനം ചെയ്തു. പുന്നേർകുളം കമലാ സുരയ്യ സ്മാരക സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ, PN ഗോപികൃഷ്ണന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. പുന്നേർകുളം സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ LF കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി പ്രഭാഷകനും എഴുത്തുകാരനുമായ VC ബിനോജ് എന്നിവർ സംസാരിച്ചു. പുന്നേർകുളം സാഹിത്യ സമിതി സെക്രട്ടറി അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ സ്വാഗതവും ഡെറി പോൾ മറുപടി പ്രസംഗവും നടത്തി. ഏപ്രിൽ 16, 17 തീയതികളിൽ ആഘോഷിക്കുന്ന അണ്ടത്തോട് നേർച്ചയുടെ ഭാഗമായി വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ യോഗം ചേർന്നു. പോലീസ് സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ SHO അനിൽകുമാർ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കൂടുതൽ മാർഗതടസ്സം ഉണ്ടാകാത്ത രീതിയിൽ ആഘോഷങ്ങൾ ക്രമീകരിക്കുക, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആനകളെ മാത്രം എഴുന്നള്ളിക്കുക, രാത്രി 10 മണിക്ക് ശേഷം ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ഒഴിവാക്കുക, മദ്യം, മയക്കുമരുന്ന് എന്നിങ്ങനെയുള്ള ലഹരികളിൽ നിന്ന് വിട്ടുനിൽക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യോഗത്തിൽ നൽകിയത്. SI സാബു, റൈറ്റർ ഉണ്ണികൃഷ്ണൻ, നേർച്ച ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ്, വാർഡ് മെമ്പർ PS അലി, നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ K അലി, PP അമീൻ, വിവിധ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിലെ ചാലിശ്ശേരി സെന്റ് ഔഗിൻ പള്ളിയിൽ ദ്വിദിന സുവിശേഷ യോഗം സംഘടിപ്പിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലായി നടന്ന യോഗം സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ പ്രിൻസ് പൗലോസ്, ഫാദർ ശ്യാം മാത്തു പീച്ചി തുടങ്ങിയവർ വചനപ്രഘോഷണം നടത്തി. അത്താഴ വിരുന്നും ഒരുക്കിയിരുന്നു. ഓശാന ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, കുരുത്തോല വായ്പും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. ഇടവക സെക്രട്ടറി MV രാജു, ട്രഷറർ ബോബൻ സി പോൾ, ഇടവക കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ വിഷു സംക്രമ ലക്ഷദീപാർച്ചന നടന്നു. ദേശരക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചാണ് ദീപാർച്ചന നടത്തുന്നത്. സുകുമാരൻ, കണ്ണൻ അയ്യപ്പത്ത്, അഡ്വക്കേറ്റ് മുള്ളത്ത് വേണുഗോപാലൻ, ഹരീഷ്, സുരേന്ദ്രൻ അയ്യപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. അർച്ചന കണ്ടു തൊഴാൻ വലിയ ഭക്തജന തിരക്കുണ്ടായി. കഴിഞ്ഞ 25 വർഷമായി ഇവിടെ ലക്ഷദീപാർച്ചന നടത്തിവരുന്നുണ്ട്. തെക്കേ പുന്നയൂർ തങ്ങൾ ഭവൻ ആയുർസനും എടക്കഴിയൂർ ദിൽക്കി ആവാസ് ഓർക്കസ്ട്രയും സംയുക്തമായി നടത്തിയ നാട്ടോത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം തൂഫുത്തുൽ മുജാഹിദീൻ ആണെന്നും അതെഴുതിയത് തങ്ങൾ കുടുംബത്തിലെ സൈനുദ്ദീൻ മക്തും രണ്ടാമനാണെന്നും ഇതിൽ കേരളത്തിന്റെ ജാതിവ്യവസ്ഥയെക്കുറിച്ചും ഇവിടെ നിലനിന്നിരുന്ന ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും വിശദമായി എഴുതിയിട്ടുണ്ടെന്നും കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. ഭാവനകൾ കേരളത്തിലെ ആദ്യത്തെ റിട്ടൺ ഹിസ്റ്ററി ഒരു തങ്ങൾ എഴുതിയതാണ്. തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രന്ഥം തന്നെ
നമ്മളുടെ സെനുദ്ദീൻ മക്തൂം രണ്ടാമന്റെ പുസ്തകമാണ്. അത് ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് എല്ലാം വിവർത്തനം ചെയ്യുകയും ഇന്നും അത് ലോകത്തിലെ ചരിത്രത്തിന്റെ ഏറ്റവും ആധികാരിക രേഖയാവുകയും ചെയ്യുന്നു. കേരളത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം ഇവിടുത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ച്, ഇവിടെ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ മുസ്ലിങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അദ്ദേഹം ചെയ്തു. തെക്കേ പുന്നയൂർ തങ്ങൾ ഭവൻ ആയുർസൈൻ അങ്കണത്തിൽ നടന്ന നാട്ടോത്സവത്തിൽ ഒപ്പന, കോൽക്കളി, കൈകൊട്ടിക്കളി, ദഫ്മുട്ട്, ക്ലാസിക്കൽ ആൻഡ് സിനിമാറ്റിക് ഡാൻസ് എന്നിവ അരങ്ങേറി. കലാമണ്ഡലം സിന്ധുവും 15-ൽ പരം കലാകാരികളും ചിറ്റാറയിൽ ഫാമിലി മാറഞ്ചേരി കലാകാരികളും സ്റ്റേജ് ഇനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊതിയൂർന്ന വൈവിധ്യങ്ങളോടെ ഒരുക്കിയ മാംഗോ ഫെസ്റ്റ് സാമൂഹ്യപ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 25-ൽ പരം നാടൻ മാങ്ങകളുടെ രുചി ആസ്വദിക്കാനുള്ള അസുലഭ അവസരവും സംഘാടകർ ഒരുക്കിയിരുന്നു. ചടങ്ങിൽ നാട്ടിലെ കർഷകരെയും കലാകാരന്മാരെയും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു. പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, വാർഡ് മെമ്പർ ഷൈബ ദിനേശൻ, പൊതുപ്രവർത്തകരായ ഒ അബ്ദുറഹ്മാൻ കുട്ടി, കെ വി മുഹമ്മദുണ്ണി, മുഹമ്മദ് കുട്ടി കുന്നച്ചം വീട്ടിൽ, അഭയം മൈമൂന, തങ്ങൾ ഭവൻ ആയുർസൈൻ ഡയറക്ടർ ഫൈസൽ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര പ്രസിഡന്റ് അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു. ഷെബീർ കലയിൽ, മോണോ ആരിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ തന്റെ വൃക്ക ദാനം നൽകിയ വിനീത ഭാമോഷിനെ കേരള പ്രദേശ് ഗാന്ധി ദർശൻ സമിതി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. തയ്യൂർ സ്വദേശിനിയായ വിനീത സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. വേലൂരിൽ നടന്ന ചടങ്ങ് സംഘടനാ ജില്ലാ പ്രസിഡന്റ് എ അനന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എൻ അനിൽ മാസ്റ്റർ അധ്യക്ഷനായി. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ വിനീതയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, പി എസ് സുനീഷ്, ജോൺസൺ കുറ്റിക്കാട്ട്, വേണു ജോഷി വടക്കൂടൻ, കെ എൽ ജോളി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പങ്കെടുത്തവർക്ക് സാഹിത്യ പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്തു. എഴുത്തുകാരൻ ഈശ്വർദാസ് വിശ്വനാഥൻ തണ്ടിലത്തിന് നൽകി പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ശതോത്തര സുവർണ ജൂബിലിയുടെ വരവറിയിച്ചുകൊണ്ട് സെന്റ് ജോസ് പാരിഷ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിൻ നടത്തി. റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രം സ്ഥാപിതമായി 150 വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. എഡിറ്റർ പ്രൊഫസർ ഇ ഡി ജോൺ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റി ഒ ജെ ഷാജൻ, ബുള്ളറ്റിൻ കമ്മിറ്റി ഭാരവാഹികളായ റാഫി നീലങ്കാവിൽ, ഷിജോ ചൊവ്വല്ലൂർ, കെ ജെ ഫ്രാങ്കോ, വിനോയ് ഡേവിസ്, സോഫി റാഫി എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ മറ്റം മാർക്കറ്റ് റോഡിന്റെയും ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിന്റെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. റോഡിന്റെ ദുരിതാവസ്ഥ പരിഹരിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിൽ നിവേദനം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി നടന്ന ജനകീയ ഒപ്പുശേഖരണം യുവധാര സൊസൈറ്റി പ്രസിഡന്റ് ലിസ്റ്റൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം ഒ തോമസ് അധ്യക്ഷനായി. യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി ഗബ്രിയേൽ കാക്കശ്ശേരി, ജോയിന്റ് സെക്രട്ടറി ടി എ പ്രിൻസൺ, ട്രഷറർ സി എ ജസ്റ്റിൻ, ഭാരവാഹികളായ സി വി അരുൺ, പി ടി ആൻഡു, ഷാജു തോമസ്, സിഒ ലൂയിസ്, കെ ജി ജെയ്സൺ, നിജിൽ ജോസ് എന്നിവർ നേതൃത്വം നൽകി. മാർക്കറ്റ് റോഡിലെ നിവാസികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ നടത്തിയ ഒപ്പുശേഖരണത്തിന് ശേഷം തയ്യാറാക്കുന്ന നിവേദനം വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മണലൂർ നിയോജകമണ്ഡലം MLA എന്നിവർക്ക് കൈമാറും. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി മറ്റം മാർക്കറ്റ് റോഡ് തകർന്ന് ഗതാഗതയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. കെയർ ആൻഡ് കംഫർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരിക പ്രവർത്തന ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പോസ്റ്റ് കോവിഡ് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും ഭവന നവീകരണ പ്രവർത്തന ഫണ്ട് വിതരണവും നടത്തി. പൈലത്തൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം നിർവഹിച്ചു. കെയർ ആൻഡ് കംഫർട്ട് ചെയർമാൻ ബാബു ജോസ് അധ്യക്ഷനായി. പ്രമുഖ സിനിമാ നാടക നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി റഷീദ്, മെമ്പർമാരായ ശ്രീധരൻ മാക്കാലിക്കൽ, പ്രീതി ബാബു, വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, വൈലത്തൂർ സെന്റ് സിറിയക് ചർച്ച് വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി തലക്കോട്ടൂർ, കെയർ ആൻഡ് കംഫർട്ട് വൈസ് ചെയർമാൻ സണ്ണി VV, ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റി സുനിൽ P മാത്യു എന്നിവർ പങ്കെടുത്തു. തുടർന്നു നടത്തിയ പോസ്റ്റ് കോവിഡ് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോസ് ഫ്രാൻസിസ്, പൾമണോളജിസ്റ്റ് ഡോക്ടർ KA അനു എന്നിവർ പരിശോധന നടത്തി.
ലിവർ സിറോസിസ്, ഹൈപ്പറ്റൈറ്റിസ്, കോവിഡാനന്തര കരൾ രോഗങ്ങൾ എന്നിവ തിരിച്ചറിയാനുള്ള ഫൈബ്രോസ്കാൻ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവ ക്യാമ്പിൽ സൗജന്യമായി നടന്നു. നവീകരണം നടത്തിയ വടക്കേക്കാട് സ്വദേശിയുടെയും മരത്തങ്കോട് സ്വദേശികളുടെയും 3 വീടുകളുടെ സമർപ്പണവും ഭവന നവീകരണ സഹായധന വിതരണം നൽകുന്നതിനുള്ള ചെക്കും ട്രസ്റ്റ് ചെയർമാൻ ബാബു ജോസ് NMK നബിലിന് കൈമാറി. മാനേജിംഗ് ട്രസ്റ്റി ജോസ് PD സ്വാഗതവും ട്രഷറർ TJ റോയ് നന്ദിയും പറഞ്ഞു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ സൺഡേ സ്കൂൾ അവധിക്കാല വെക്കേഷൻ ബൈബിൾ ക്ലാസിന്റെ മുന്നോടിയായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. സൺഡേ സ്കൂൾ കുട്ടികൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഇടവക വികാരി, സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ, OEBS സൂപ്രണ്ട്, കൺവീനർ, സൺഡേ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏപ്രിൽ മാസം 21 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലായാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൈക്കോർക്കാം ലഹരിക്കെതിരെ. ലഹരി തുലയട്ടെ, കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന സന്ദേശവുമായി ചാലിശ്ശേരിയിൽ നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശ റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മൂക്കിലപ്പീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച സന്ദേശ റാലി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘാടകരെ മന്ത്രി അഭിനന്ദിച്ചു. സമൂഹമൊന്നാകെ മഹാവിപത്തിനെതിരെ ഒന്നിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സിഗ്നേച്ചർ ക്യാമ്പയിനിലും പെനാൽറ്റി ഷൂട്ടൌട്ടിലും മന്ത്രി പങ്കെടുത്തു. മഹാത്മാ ചെയർമാൻ K ബാബു നാസർ അധ്യക്ഷനായി. ചാലിശ്ശേരി ഹയർ സെക്കൻഡറി പരിസരത്തു നിന്ന് GCC അക്കാദമി താരങ്ങൾ, ക്ലബ്, ട്രസ്റ്റ് അംഗങ്ങൾ അണിനിരന്ന റാലി തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഫ്ളാഗ് ഓഫ് ചെയ്തു. 5 കുരുന്നുകൾ നടത്തിയ സ്പോർട്സ് ഡാൻസും GCC അക്കാദമി താരം KS സഹദിന്റെ ഫുട്ബോൾ, വോളിബോൾ സ്കിൽ പെർഫോമൻസും കയ്യടി നേടി. കൂട്ടയോട്ടം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, സിഗ്നേച്ചർ ക്യാമ്പയിൻ, പെനാൽറ്റി കിക്ക് തുടങ്ങിയ പരിപാടികളിൽ നിരവധി പേർ പങ്കാളികളായി. സമാപനത്തിൽ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകം മരണമൊഴിയുടെ അവതരണവും നടന്നു. മുൻ MLA VT ബൽറാം, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ചന്തപ്പള്ളി ഖത്തീബ് അലി ഉലൂമി ഫൈസി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TM കുഞ്ഞുകുട്ടൻ, TK സുനിൽകുമാർ, അക്ബർ ഫൈസൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമത്തിലെ എല്ലാ ക്ലബ് അംഗങ്ങളും റാലിയിൽ അണിചേർന്നു. മുക്കിലപ്പീടികയിൽ നടന്ന സമാപന സമ്മേളനം മുൻ MLA TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ K ബാബു നാസർ, GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് എന്നിവർ ചേർന്ന് ഗോപിനാഥ് പാലഞ്ചേരിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. TP കുഞ്ഞുണ്ണി ഉപഹാരവും നൽകി. മഹാത്മാ മാനേജിംഗ് ട്രസ്റ്റി KR രാജേഷ്, ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ്, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ട്രഷറർ AM ഇക്ബാൽ, സംഘാടക സമിതി കോർഡിനേറ്റർ നൌഷാദ് മുക്കുട്ട, കേരള പോലീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ശ്രീരാഗ് അമ്പാടി, ഫാദർ തോമസ് ചീരൻ എന്നിവർ സംസാരിച്ചു. പാഴിയോട്ടുമുറി കുടക്കുഴി ഭാസ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പാഴിയോട്ടുമുറി സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമിതി പ്രസിഡന്റ് KN ഗോപി അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മെമ്പർ അഭിലാഷ് കടങ്ങോട്, E ചന്ദ്രൻ, KK രാധാകൃഷ്ണൻ, KS സുധീഷ് എന്നിവർ സംസാരിച്ചു. എക്സൈസ് സർക്കിൾ പ്രിവന്റീവ് ഓഫീസർ ET രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ശ്യാം കുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോട്ടപ്പടി ഇരിങ്ങപ്പുറം കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിഷു കൈനീട്ടവും രാസലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രീത ക്ലാസ് നയിച്ചു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷനായി. CPIM കോട്ടപ്പടി ലോക്കൽ സെക്രട്ടറി TB ദയാനന്ദൻ, വാർഡ് കൗൺസിലർമാരായ വൈഷ്ണവ് പ്രദീപ്, ദീപ ബാബു, ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാല സെക്രട്ടറി TS ഷെനിൽ എന്നിവർ സംസാരിച്ചു. വിജയൻ മനയിൽ സ്വാഗതവും ട്രഷറർ BP വിൻസെന്റ് നന്ദിയും പറഞ്ഞു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓശാന ഞായർ ശുശ്രൂഷ നടത്തി. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷകളുടെ ഭാഗമായി പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, കുരുത്തോല വാഴ്വ്, വിശുദ്ധ കുർബാനയുമുണ്ടായി. തുടർന്ന് പൊതുസദ്യ നടത്തി. ശുശ്രൂഷകളിൽ ഡോക്ടർ റിനു പ്രിൻസും നിരവധി വിശ്വാസികളും പങ്കെടുത്തു. കൈക്കാരൻ PV ഷാജു, സെക്രട്ടറി CK ബിനു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.
കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചിറനല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. വാഴപ്പിള്ളി ജേസൺ മാസ്റ്ററുടെ വസതിയിൽ നടന്ന സംഗമം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ പോൾ ഉദ്ഘാടനം ചെയ്തു. സ്നേഹഭവൻ ട്രസ്റ്റ് ചെയർമാൻ പി മാധവൻ അധ്യക്ഷനായി. വി സി ജോൺ, വി പി ജേസൺ മാസ്റ്റർ, വി സി ഡേവിസ്, ലിനി ജേസൺ എന്നിവർ സംസാരിച്ചു. സന്നദ്ധ പ്രവർത്തകർ, വളണ്ടിയർമാർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ എന്നിവരുൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. സ്നേഹവിരുന്നുണ്ടായി. വിവിധ കലാപരിപാടികളും നടന്നു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച സുവിശേഷ യോഗം സമാപിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 6:15 നമസ്കാരവും 7 ഗാനശുശ്രൂഷയും 7:15 വചന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഫാദർ ജോർജ് ചാക്കോയും ശനിയാഴ്ച ഡീക്കൻ റിനു പ്രിൻസും ഞായറാഴ്ച ഫാദർ TC ജേക്കബും വചന ശുശ്രൂഷ നടത്തി. വികാരി ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ സജയ് ജോസ്, കൈക്കാരൻ അരുൺ വിജോയ്, സെക്രട്ടറി സിഞ്ചു സജിൻ, റിൻസ് ലാൽ എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വിഷുദിനത്തിൽ ആലംബഹീനർക്ക് അന്നം നൽകി ഹുസൈൻ അഗലാട്. ഡോക്ടർ അംബേദ്കർ ജന്മദിനത്തോടനുബന്ധിച്ചും വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഭക്ഷണ വിതരണം. മിസ്ബാ, ആരിഫ് അഗലാട്, വിദ്യാർത്ഥി മുഹമ്മദ് അഫ്ല, സാനിഫ്, മുഹമ്മദ് പഞ്ചവടി, ധ്യാൻ എന്നിവർ നേതൃത്വം നൽകി. ചരമം ആർത്താറ്റ് ചീരംകുളം റോഡിൽ താമസിക്കുന്ന കിഴക്കിനിയടത്ത് രാഘവൻ മകൻ മോഹനൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. KCB റിട്ടയേർഡ് എഞ്ചിനീയർ ആയിരുന്നു പരേതൻ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശ്രീലത ഭാര്യയും മിഥുൽ, പാർവതി എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി പരേതനായ ഗോവിന്ദൻ നായർ ഭാര്യ കണ്ടരാമത്ത് പുഞ്ചയിൽ കാർത്തിയായനി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ശ്രീധരൻ, ലീല, രുക്മണി, വിലാസിനി, ബാലകൃഷ്ണൻ, ജയ എന്നിവർ മക്കളാണ്. കാണിപ്പയ്യൂർ ഏറത്ത് കുട്ടൻ നായർ എന്ന വേലായുധൻ നായർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സരള, രാജൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിറസമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കണി കണ്ട് മലയാളികൾ. കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്ന പ്രതീക്ഷയോടെ മലയാളി പൊന്നിൻ വിഷു ആഘോഷിച്ചു. നാടാകെ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ. കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ വൻ തിരക്ക്. ക്ഷേത്രത്തിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാധ്യമ വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത്. പെരുമ്പിലാവിൽ ചരക്ക് ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. പെരുമ്പിലാവ് അംബേദ്കർ നഗർ കോട്ടപ്പുറത്ത് വിജുമകൻ 17 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. ഇടിച്ച ലോറി നിർത്താതെ പോയി. സംഭവം നടന്ന് 1 മണിക്കൂറിനകം വീണ്ടും അപകടമുണ്ടായി. എരുമപ്പെട്ടിയിൽ ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എയ്യാലിൽ വീട്ടിൽ നിന്ന് 32 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ സംഭവം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അന്വേഷണം പുരോഗമിക്കുന്നത് പ്രൊഫഷണൽ മോഷണ സംഘങ്ങളെ കേന്ദ്രീകരിച്ച്. കരിച്ചാൽക്കടവ് സ്ലൂയിസ് കംബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി NK അക്ബർ MLA സ്ഥലം സന്ദർശിച്ചു. കർഷകരുടെ ആശങ്കകൾ കേട്ട ശേഷം കരാർ ഉദ്യോഗസ്ഥരോട് സമയപരിധിക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു തീർക്കാൻ MLA നിർദ്ദേശം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.